ഫിഫ ലോകകപ്പിൽ അർജന്റീനയ്ക്കെതിരെ ആദ്യ പകുതിയിൽ ഈജിപ്ത് മുന്നിൽ എന്ന സുപ്രധാനമായ വിവരമാണ്. 14-ാം മിനിറ്റിൽ യാസർ ഇബ്രാഹിമാണ് ഗോൾ നേടിയത്. ഈജിപ്തിനെതിരെ പെനൽറ്റി നഷ്ടപ്പെടുത്തി ലിയോണൽ മെസ്സി എന്ന ഞെട്ടിപ്പിക്കുന്ന വാർത്ത കൂടിയുണ്ട്. അനിൽ വാസുദേവ് വേൾഡ് കപ്പ് ഡെസ്കിൽ നിന്ന് ചേർന്ന് കൂടുതൽ വിവരങ്ങളുമായി. അനിൽ, പ്രത്യേകിച്ചും വേൾഡ് കപ്പ് വാർത്ത അതിൽ അർജന്റീനയുടെ വാർത്തയാണെങ്കിൽ ചിരിച്ചുകൊണ്ട് റിപ്പോർട്ട് ചെയ്യുന്ന അനിലിനെയാണ് എന്നും കാണാറുള്ളത്. ഇന്ന് അനിലിന്റെ മുഖത്തൊരു ഒരു വിഷമം കാണുന്നു. ഒരു കട്ട അർജന്റീന ഫാൻ കൂടിയായ അനിൽ അർജന്റീന ഒരു ഗോളിന് പിന്നിലാണ്. എന്ത് പറയുന്നു? ഒരിക്കലും ചിരിമായുന്ന ഒരു കാര്യമല്ല. സ്പെയിൻ ആരാധകനായ ബ്രിജിന് കഴിഞ്ഞ ദിവസത്തെ കേപ്പ് വെർദെക്കെതിരെ മത്സരം പോലെ ഒരു ആശങ്ക നമുക്കില്ല എന്നത് മറ്റൊരു കാര്യം. ഇനി മത്സരവിശേഷത്തിലേക്ക് വരികയാണെങ്കിൽ അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം വലിയ നിരാശയാണ്. ആദ്യ പകുതിയിൽ അർജന്റീന ലോക ചാമ്പ്യന്മാർ വിറച്ചു നിൽക്കുന്ന ഒരു അവസ്ഥ എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. കാരണം അവർ പ്രതീക്ഷിക്കാത്ത തരത്തിൽ ഒരു കോർണർ വഴങ്ങുന്നു. ആ കോർണർ അനാവശ്യ കോർണറായിരുന്നു. അതിൽ നിന്ന് കിട്ടുന്ന ഒരു പന്ത് അത് കൃത്യമായി തന്നെ യാസർ ഇബ്രാഹിം ഹെഡ് ചെയ്ത് പന്ത് വലയിലാക്കുന്നു. അതോടുകൂടി അർജന്റീന പിന്നിൽ പോകുന്നു. ആ ഒരു കോർണർ അത് എന്തിന് കൺസീഡ് ചെയ്തു എന്ന് തന്നെയാണ് വലിയ ചോദ്യം. രണ്ടാമത് ലിയോണൽ മെസ്സിക്ക് ഒരിക്കൽ കൂടി പെനാൽറ്റി സ്പോട്ടിൽ നിന്ന് പിഴയ്ക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ഈ ലോകകപ്പിൽ രണ്ടാമത്തെ തവണ, ആകെ ലോകകപ്പ് ചരിത്രത്തിൽ 4ാം തവണ മെസ്സി പെനാൽറ്റി ബോക്സിൽ വരുമ്പോൾ തന്നെ അത് പകുതി പോയി എന്ന തരത്തിൽ ഇനി കരുതിക്കൊള്ളണം എന്ന തരത്തിലാണ് ഇപ്പോൾ മത്സരം പുരോഗമിക്കുന്നത്. അല്ലെങ്കിൽ മെസ്സിയുടെ ആ ഹിസ്റ്ററി സൂചിപ്പിക്കുന്നത്. മെസ്സി വലിയ നിരാശപ്പെടുത്തി പെനാൽറ്റി ബോക്സിൽ നിന്ന്. അവിടെ യാസിർ മുസ്തഫ ഷൊബേർ എന്ന് പറയുന്ന ഗോൾ കീപ്പറുടെ ബ്രില്യൻസ് കണ്ടു. അതുമാത്രമല്ല, പിന്നീട് 2 തുറന്ന അവസരങ്ങൾ, ഒരു 2 ഗോൾഡൻ ചാൻസ് കൂടി തട്ടിയകറ്റുന്ന ഷൊബേറിനെയാണ് കണ്ടത്. ആദ്യം മാക്കലിസ്റ്ററുടെ ഒരു തകർപ്പൻ ഹെഡർ, അതിന് പിന്നാലെ തന്നെ ഹൂലിയൻ അൽവാരസിന്റെ ഒരു നല്ല ടാപ്പിൻ. അത് എങ്ങനെയും അകത്ത് കയറുമെന്നാണ് കരുതിയത്. പക്ഷേ അവിടെയും ഒരു വണ്ടർ സേവ് തന്നെയാണ് ഷൊബേറിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. അപ്പോൾ ആദ്യ പകുതി തീരുമ്പോൾ 1-0 പിന്നിലാണ്. എല്ലാ അർജന്റീന ആരാധകർ പ്രതീക്ഷിക്കുന്നത് ഒരു തിരിച്ചുവരവ് തന്നെയാണ്. അല്ലെങ്കിൽ നെയ്മർക്കും ഒപ്പം തന്നെ റൊണാൾഡോയ്ക്കും പിന്നാലെ മെസ്സിക്കും ഇത് ലാസ്റ്റ് ഡാൻസ് ആയി മാറുമോ എന്നൊരു ആലോചന, അല്ലെങ്കിൽ അങ്ങനെ ഒരു സങ്കടത്തിലായിരിക്കും ഇപ്പോൾ അർജന്റീന ആരാധകരെല്ലാം തന്നെ ഉണ്ടാവുക. യെസ്, അപ്പോൾ എന്തായാലും സെക്കൻഡ് ഹാഫ് വളരെ ക്രൂഷ്യലാണ്. അതിൽ ഗോൾ നേടിക്കൊണ്ട് അർജന്റീന ടീം തിരികെ കളിയിലേക്ക് വരട്ടെ. അതിനൊപ്പമുള്ള അർജന്റീന ആരാധകർക്ക് എല്ലാം തന്നെ ചിരി മുഖത്ത് മായാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.